ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഹരിത. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ തംബ്നെയിൽ കൊടുത്ത പോലെ നിങ്ങൾ എന്നോട് ചോദിച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തയ്ക്കുന്നവർ മേടിക്കുന്ന തയ്യൽ കൂലി എത്രയാണ്, മിനിമം എത്ര രൂപയൊക്കെ നമുക്ക് മേടിക്കാം എന്നൊക്കെയാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തയ്ക്കുന്നവർക്കും ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുന്നവർക്കും എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലൗസിൽ നിന്ന് തുടങ്ങാം. ബ്ലൗസിന് ഇവിടെ ലൈനിങ് ബ്ലൗസിന് 350 രൂപയും വിത്തൗട്ട് ലൈനിങ് ബ്ലൗസിന് 250 രൂപയാണ് മേടിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് നോർമൽ ബ്ലൗസിൻ്റെയാണ്. ബ്ലൗസിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പാഡഡ് അതുപോലത്തെ എക്സ്ട്രാ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് കൂടുതൽ ക്യാഷ് മേടിക്കും. 350 എന്നുള്ളത് 400 ഇവിടെ മേടിക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ വീടുകളിൽ മേടിക്കുന്ന തയ്യൽ കൂലിയാണ്. ഇതിന് കൂടുതലായിരിക്കും നമ്മൾ സിറ്റിയിലൊക്കെ പോയാൽ അവിടുത്തെ ബൊട്ടിക്കൂലൊക്കെ മേടിക്കുന്നത് 500-550 രൂപ വരെയൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. കാരണം ഷോപ്പുകളിലാണെങ്കിൽ അവർക്ക് റൂമിൻ്റെ വാടക കൊടുക്കണം, സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സാലറി കൊടുക്കാനൊക്കെ ആയിട്ട് അവർ കൂടുതൽ മേടിക്കാറുണ്ട്. പിന്നെ പറയുന്നത് ചുരിദാർ ടോപ്പാണ്. ചുരിദാർ ടോപ്പ് ലൈനിങ് 300 രൂപയും ലൈനിങ് ഇല്ലാതെ 250 രൂപയും പിന്നെ എക്സ്ട്രാ വർക്ക് വരുന്ന കുർത്തികളൊക്കെ ആണെങ്കിൽ 350-400 രൂപ വരെയൊക്കെ മേടിക്കാറുണ്ട്. ഓരോ പ്രദേശത്തും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കേട്ടോ തയ്യൽ കൂലി മേടിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ മേടിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും നിങ്ങൾ അവിടെ മേടിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ കുറവായിരിക്കും മേടിക്കുന്നുണ്ടാവുക. ഇവിടെ ഈ ഭാഗത്തൊക്കെ മേടിക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്. പിന്നെ വരുന്നത് കുട്ടികളുടെ ഡ്രസ്സിൻ്റെയാണ്. കുഞ്ഞ് ഇതേപോലത്തെ കോട്ടൺ ഫ്രോക്കിനൊക്കെ ആണെങ്കിൽ 300 രൂപ തൊട്ടിട്ടാണ് ഇവിടെ മേടിക്കുന്നത്. ഇതുപോലത്തെ കുഞ്ഞ് ചെറിയ കെട്ടുടുപ്പുകളൊക്കെ ആണെങ്കിൽ 250-300 രൂപ. സാധാ നോർമൽ തുണിയിൽ അങ്ങനെയാണെങ്കിൽ 250-300 രൂപയൊക്കെയാണ് മേടിക്കുന്നത്. ഇതുപോലത്തെ നെറ്റ് ഫ്രോക്ക്, ബർത്ത്ഡേ ഫ്രോക്കൊക്കെ ആണെങ്കിൽ 1000-ന് മേലെയാണ് ഇവിടെ മേടിക്കുന്നത്. ടൗണിലൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും റേറ്റ് കൂടും. 1500-2000 രൂപ വരെയൊക്കെ ആവാറുണ്ട്. ഇതിൻ്റെ മെറ്റീരിയലിൻ്റെയും കസ്റ്റമർ പറയുന്ന ഓരോ മോഡലിനനുസരിച്ചിട്ടും റേറ്റ് കൂടുന്നതായിരിക്കും. ഇനി പറയുന്നത് അൾട്രേഷൻ വർക്കിൻ്റെയാണ് കേട്ടോ. നമ്മൾ വീടുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മേടിക്കുന്ന തയ്യൽ കൂലിയും അതുപോലെ ടൗണിൽ മേടിക്കുമ്പോൾ ഉള്ളതും നല്ല വ്യത്യാസം തന്നെയായിരിക്കും. ഇതിലും സിമ്പിൾ വർക്കുകൾക്കൊക്കെ 30 രൂപ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ട്രൗസറൊക്കെ എവിടെയെങ്കിലും കീറിയണമെങ്കിൽ അവിടെ അടിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചെറിയ ചെറിയ കീറലുകൾക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് 30 രൂപ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് ഒരു കസ്റ്റമർ ഒരു ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് ഒരു കുർത്തി എടുത്തു കൊടുന്നു കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ചെയ്യാനുണ്ടാവുക. ഒന്ന് ഷോൾഡർ വെട്ടിയടിക്കാനും, ഒന്ന് ഷേപ്പാക്കാനും, ഒന്ന് സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് 3നും കൂടെ മേടിക്കുന്നത് 120 രൂപയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും കൂടുതൽ മേടിക്കുന്നവരായിരിക്കും. ഓരോ പ്രദേശത്തും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറ്റിയിൽ മേടിക്കുന്ന തയ്യൽ കൂലിയേക്കാളും ഒരു 50-100 രൂപ വരെ മാത്രം കുറച്ച് നമ്മൾ മേടിച്ചാൽ മതി. അതിനും താഴ്ത്തി കുറച്ച് നമ്മൾ മേടിക്കണം എന്നില്ല. കാരണം അവരെടുക്കുന്നതും നമ്മൾ എടുക്കുന്ന എഫേർട്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഒരുപോലെ സമയമൊക്കെ വേസ്റ്റ് ആവുന്നുണ്ട്. അടുത്തത് സ്ലീവ് ജോയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹാഫ് സ്ലീവിന് 30-40 രൂപ വരെ മേടിക്കാറുണ്ട്. ഫുൾ സ്ലീവിന് 40-50 രൂപ വരെ മേടിക്കാറുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, ഓരോ മെറ്റീരിയലിനനുസരിച്ചിട്ടാണ് റേറ്റ് കണക്കാക്കുന്നത്. നല്ല സ്റ്റോണും സ്വീക്കൻസൊക്കെ വെച്ചിട്ടുള്ള മെറ്റീരിയലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് റേറ്റ് കൂടും. സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയുമായിരിക്കും. സ്റ്റോണും സ്വീക്കൻസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. ആ സ്റ്റോണിലൊന്നും സൂചി കയറാതെയും ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇലാസ്റ്റിക് അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നതിന് പാൻറ്റിലൊക്കെ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 60-70 രൂപ മേടിക്കാറുണ്ട്. അതുപോലെ സ്ലീവിലൊക്കെ എന്തെങ്കിലും വർക്കോടുകൂടി എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 50 രൂപയൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. അടുത്തത് ഗേൾസിൻ്റെയൊക്കെ ഷർട്ട് ഷേപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര രൂപയാണ് മേടിക്കുക എന്നുള്ളതാണ്. ഗേൾസിൻ്റെ ഷർട്ട് ഷേപ്പാക്കാൻ 80 രൂപ തൊട്ട് മേടിക്കുന്നുണ്ട്. അതുപോലെ ജെൻസിൻ്റെ ഷർട്ടാണെങ്കിൽ 90-100 രൂപ വരെ മേടിക്കുന്നുണ്ട്. അതുപോലെ ടീഷർട്ടൊക്കെ ആണെങ്കിൽ ഷേപ്പാക്കാനൊക്കെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ 100 രൂപ തൊട്ട് തന്നെ മേടിക്കുന്നുണ്ട്. ഇനി പറയുന്നത് നൈറ്റിയിലൊക്കെ സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടിങ് തന്നെ 50 രൂപ തൊട്ട് വരുന്നുണ്ട്. നൈറ്റിയിലും അതുപോലെ കുർത്തിയിലൊക്കെ സിബ് ഇളകിപ്പോയാൽ ഇതൊന്ന് വെച്ച് തരാമോ പറഞ്ഞിട്ട് കസ്റ്റമർ വരാറുണ്ട്. അപ്പോൾ 50 രൂപ തൊട്ടിട്ട് മേടിക്കാം കേട്ടോ. ഇത് നോർമൽ സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ് 50 രൂപ തൊട്ട് മേടിക്കുന്നത്. അതുപോലെ അൺവിസിബിൾ സിബ് വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 70-80 രൂപ വരെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ എൻ്റെ നാട്ടിലത്തെ ഒരു തയ്യൽ കൂലിയാണ്. ഇതുപോലെയല്ല ടൗണിലൊക്കെ ഉണ്ടാവാറ്, ഇതിനും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് വേറെ ആയിരിക്കും, ഇതിനേക്കാളും കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കസ്റ്റമർ നമുക്ക് തരുന്ന മെറ്റീരിയലിനനുസരിച്ചിട്ട് നമുക്ക് തയ്യൽ കൂലി കൂടുതൽ മേടിക്കാവുന്നതാണ്. ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇവിടെ മേടിക്കുന്ന തയ്യൽ കൂലിയാണോ നിങ്ങളുടെ അവിടെയും മേടിക്കുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.